السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله. أما بعد. അപ്പോൾ നമ്മൾ 72-ാമത്തെ പേജിലാണ് ഉള്ളത്. ഇന്നലെ നമ്മൾ തത്ബീഖ് ചെയ്ത് തുടങ്ങി. മഖാദിർ അത്വാല് ദിറായിൻ്റെ അളവ് കിട്ടിയപ്പോൾ നമുക്ക് മസാഫത്തുൽ ഖസർ 2 മർഹല എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഇന്നലെ സാധിച്ചു. അപ്പോൾ നേരത്തെ എല്ലാം അത് നമുക്കറിയാം, 128 കിലോമീറ്റർ എന്ന് പറയൂ, വേറൊരു ആൾ 88 എന്ന് പറയൂ. അപ്പോൾ ഇതെങ്ങനെ എന്നുള്ള വഴി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ മറ്റ് ചില മസ്അലകളിലും നമ്മുടെ ഇൽമു കൊണ്ട് നമുക്ക് ഉപകരിക്കാവുന്നതാണ്. അടുത്തത് അദ്ദിറാഉ. ഖാല ഫി ഫത്ഹിൽ മുഈൻ വയുസന്നു അല്ലാ യസീദ മാ ബൈന കുല്ലി സഫൈനി വൽ അവ്വലി വൽ ഇമാമി അലാ സലാസത്തി അദ്റു. ആദ്യത്തെ സഫും ഇമാമും തമ്മിൽ 3-നേക്കാൾ ഏറാതിരിക്കുക. പിന്നെ ഓരോ 2 സഫുകൾക്കിടയിലും 3 ദിറായിനേക്കാൾ ഏറാതിരിക്കുക. ഇത് സുന്നത്താണ്. അപ്പോൾ 3 ദിറാ എത്രയാണെന്ന് മനസ്സിലാക്കണം. മാബൈന സഫൈനിയുടെ അനുവദിച്ച സുന്നത്തിന് വേണ്ടി സുന്നത്ത് കിട്ടാൻ വേണ്ടിയുള്ള അളവ് എത്രയേക്കാൾ ഏറാതിരിക്കണം എന്നുള്ള അളവ് നമുക്ക് കിട്ടി. 3 × 46.1 138.1. 2 സഫുകൾ ചില പള്ളിയിലൊക്കെ വലിയ സഫ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് പറഞ്ഞു കൊടുക്കണം. ഇതാണ് അതിൻ്റെ ശരിയായ അളവ്. 3 ദിറാ എന്ന് പറഞ്ഞാൽ 10 മനസ്സിലായി. പിന്നെ വനുദിബലി മുസല്ലിൻ തവജ്ജുഹുൻ ലിനഹ്വി ജിദാരിൻ ഔ അമൂദിൻ. ജിദാറിലേക്കോ അമൂദിലേക്കോ തിരിയണം എന്ന് പറഞ്ഞല്ലോ, സുന്നത്താന്ന് പറഞ്ഞല്ലോ മുസല്ലിക്ക്. നഹ്വ് എന്ന് പറഞ്ഞാൽ മിൻകുല്ലി ഷാഖിസിൻ, എല്ലാ മുർത്തഫിയായ സാധനവും, തൂൽ ഇർത്തിഫാഇഹി സുലുസാ ദിറാഇൻ. അതാണ് ഇവിടെ. മറ്റേത് പറഞ്ഞല്ലോ, ഇവൻ്റെയും അല്ല സഫിൻ്റെ ഇടയല്ല പറഞ്ഞത്. അപ്പോൾ ഇനി പറഞ്ഞ എന്താണ്, ഇയാളുടെയും പിന്നെ ഇയാളുടെ ഒരു ജിദാറ് അല്ലെങ്കിൽ അമൂദ് എന്തെന്നായാലും വേണ്ടിയില്ല. എന്തെന്നായാലും എന്ന് പറഞ്ഞാൽ അതിന് സിഫത്തുണ്ട്. തൂൽ ഇർത്തിഫാഇഹി സുലുസാ ദിറാഅൻ. അതപ്പം പറയുന്നത് 1 ദിറായിൻ്റെ 3/2. 1 ദിറാ കിട്ടിയ 3/2 കിട്ടുമല്ലോ. ഫാക്കസറ 3/2 അല്ലെങ്കിൽ അതിനേക്കാൾ മേലെ നീളം ഉണ്ടായിരിക്കണം, വേറെ ഉണ്ടായിരിക്കണം. 46.1 3/1 കിട്ടി. എന്നിട്ട് 3/2 ആക്കി, 2 കൊണ്ട് പിടിച്ചിട്ട്. അപ്പോൾ 30.73. 46.1 നിന്നും അതിൻ്റെ സുലുസ് കുറച്ചതാണത്. 30.73. അപ്പോൾ ഒരു സ്കെയിലിൻ്റെ നീളമൊക്കെ വേണം. എന്നാലേ ഒരു മറക്ക് പിന്നിൽ മറയുടെ അഡ്രസ്സ് കിട്ടണമെങ്കിൽ ഒരു 30 സെൻറ്റിമീറ്ററിനേക്കാൾ കുറച്ചുകൂടി മേലെ വേണം എന്നാണ് ഇപ്പം മനസ്സിലായത്. സുലുസാ ദിറായെന്ന് പറഞ്ഞാൽ അത്രയാണ് കിട്ടിയ സെൻറ്റിമീറ്റർ. വയംബഗി. ഇതുപോലെ തന്നെ നമ്മൾ പിന്നെ ഖളാഉൽ ഹാജത്തിൻ്റെ അവസരത്തിലും സുലുസാ ദിറാനാണെന്ന് അറിയിക്കല്ലോ. ഒരു സത്തർ നല്ലല്ലേ ഖളാഉൽ ഹാജത്ത്. അപ്പോൾ മനസ്സിലായി ഇത്രയും വരും വേണം അതിന്. വയംബഗി അൻ യദൂറ ഫി തവാഫിഹി ഹൗലൽ ഹിജ്രി. ഇനി വേറൊരു മസല. അവിടെ നമുക്ക് ദിറാ കൊണ്ട് ഉപകരിക്കാൻ പറ്റും, പുതിയ സെൻറ്റിമീറ്റർ അളവിൽ. വയംബഗി അൻ യദൂറ ഫി തവാഫിഹി ഹൗലൽ ഹിജ്രി. ഹിജ്ർ ഇസ്മായിലിൻ്റെ ചുറ്റിലും ചുറ്റണം. ഹിജ്ർ എന്ന് പറഞ്ഞാൽ എന്താ? വഹുവൽ മഹൂത്ത് ബൈന റുക്നൈനി ഷാമിയൈനി. റുക്നാനി ഷാമിയാനിയുടെ ഇടയിൽ ഉള്ള ആ ഒരു റാ പോലെ കിടക്കുന്ന ആ ഒരു സ്ഥലം അല്ലേ. ബിജിദാരിൻ ഖസീർ കൊണ്ട് ഹൗത്ത് ചെയ്യപ്പെട്ടതാണത്, മുതലാക്കപ്പെട്ടതാണ്, ഹായിത്താക്കപ്പെട്ടിട്ടുണ്ട്. ബൈനഹു വ ബൈന കുല്ലി വാഹിദിൻ മിന റുക്നൈനി ഫത്ഹത്തുൻ അല്ലേ. ബൈത്തിൻ്റെയും പിന്നെ എന്താണ്, വഹുവൽ മഹൂത്തു ബി ജിദാരിൻ ഖസീറാണ് അല്ലേ. ആ ജിദാറും ഖസീറിൻ്റെയും ബൈന കുല്ലി വാഹിദിൻ മിന റുക്നൈനിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഫത്ഹത്തുണ്ട്. ശരിയല്ലേ? നമുക്ക് ഹിജ്ർ ഇസ്മായിലേക്ക് ആരാൻ വേണ്ടി റാ തുടങ്ങുന്നതിൻ്റെ ബൈത്തിനോട് ചേർന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും കയറാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും കയറാം. ഫത്ഹത്തുണ്ട്. വ കലാമു കസീരിൻ മിനൽ അസ്ഹാബി യഖ്തളി കൗന ജമീഇഹി മിനൽ ബൈത്തി. ഈ ഹിജ്ർ ഫുള്ളു ബൈത്തിൽപ്പെട്ടതാണ്. ആ അസ്ഹാബിൽ കസീറിൻ്റെ കലാമ് തേടുന്നത്. അപ്പോൾ ഈ റാൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള അസലുണ്ടല്ലോ, ആ ചെറിയ ജിദാറുള്ളത്
ഹിജർ ഇസ്മായിൽ അത് തീർത്തും മുഴുവനായും ബൈത്തിൽപ്പെട്ടു എന്നാണ് അസ്ഹാബിൻ്റെ കസീറിൻ്റെ കലാമത്ത് തേടുന്നത്. വഹുവ ലാഹിറു നസ്ഹി ഫിൽ മുഖ്തസർ. മുഖ്തസറിൽ നസ്സിൻ്റെ ലാഹിർ അങ്ങനെ തന്നെയാണ്. വഹുവ ലാഹിറു നസ്ഹി ഫിൽ മുഖ്തസർ ലാകിന്ന സ്വഹീഹ അന്നഹു ലൈസ കദാലിക. പക്ഷേ സ്വഹീഹ് എന്തല്ല, അങ്ങനെയല്ല എന്നാണ്. ഫുള്ളായിട്ട് ബൈത്തിൽപ്പെട്ടത് അല്ല എന്നാണ് സ്വഹീഹായിട്ടുള്ളത്. ബലില്ലദീ ഹുവ ഫിൽ ബൈത്തി, പിന്നെ ബൈത്തിൽപ്പെട്ടത് എന്ത് മാത്രമാണെന്നാണ് സ്വഹീഹ്. ഖദറു സിത്തി അദ്റുഇൻ തത്തസിലു ബിൽ ബൈത്ത്, ബൈത്തിനോട് ചേർന്ന് നിൽക്കുന്ന 6 ദിറാഇൻ്റെ ഖദർ മാത്രമാണ് ബൈത്തിൽപ്പെട്ടത്. അപ്പോൾ ബൈത്ത് മുതൽ ഇറായുടെ വളവിൻ്റെ ആ സ്ഥലം അങ്ങേ തല വരെ ബൈത്തുല്ലാഹി അല്ല. സംഗതി അതിനെയും ചുറ്റൽ നിർബന്ധമാണ്. എന്താ മൂലരെ വലിയ തവഫു ബിൽ ബൈത്തിൽ അത്തീഖ് എന്നല്ലേ പറഞ്ഞത്. ഇപ്പം ബൈത്തായതെന്തോ അതിനെ ചുറ്റിയാൽ പോരെ എന്നൊരു ചോദ്യാടുണ്ട്. പക്ഷേ നാളിതുവരെ വലിയ തവഫു ബിൽ ബൈത്തിൽ അത്തീഖ് കൊണ്ട് അമൽ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചെന്ന് ഇങ്ങനെയാണ് ഇമാം നബി അവരോട് പറഞ്ഞത്. അപ്പം ബൈത്ത് കൊണ്ട് ചുറ്റണം എന്ന് പറഞ്ഞാൽ ഈ റാൻ്റെ അപ്പുറത്ത് കൊടുത്തേണ്ട ചുറ്റണം എന്നാണ്. റാൻ്റെ കുറേ ഇപ്പുറത്ത് ബൈത്താടെ തീർന്നിട്ടുണ്ട്, അതിൻ്റെ ആ മടക്ക് വരെ തീർത്തും എന്തല്ല ബൈത്തല്ല. എത്രമാത്രമേ ബൈത്തുള്ളൂ എന്നാണ് സ്വഹീഹ്. ബലില്ലദീ ഹുവ മിനൽ ബൈത്ത് ഖദറു സിത്തത്തി അദ്റുഇൻ തത്തസിലു ബിൽ ബൈത്ത്, ബൈത്തിനോട് ചേർന്നിട്ടുള്ള 6 ദിറാഅ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. 6 × 46.1 276 സെൻറ്റ്. 276 സെൻറ്റ് ഒന്നുമല്ല, എത്രമാത്രം ദൂരമുണ്ട് നമ്മൾ വേണ്ടല്ലേ. അപ്പോൾ അത്രയും ദൂരമുണ്ട്, അതൊന്നും ബൈത്തല്ല. അപ്പം ബൈത്തിൽ തന്നെ നിൽക്കണം. എനിക്ക് കഅബ ഷരീഫിൻ്റെ ഉള്ളിൽ ഒന്ന് കാരണം എന്ന് വിചാരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാം, ആ മീസാബിൻ്റെ തഹത്തിൽ തന്നെ പോയി നിൽക്കണം. എന്നാലേ ബൈത്തിൻ്റെ തഹത്തിൽ ഒരു 2.25 മീറ്ററിൻ്റെ ഉള്ളിൽ പെടുന്ന പോലത്തെ നിന്നോളി. എന്നാലേ എന്താവുള്ളൂ, ബൈത്തിൽ നിന്ന് സ്വഹീഹ് അനുസരിച്ചാവുള്ളൂ എന്ന് നബി പറഞ്ഞത്. അഷിബറു ഖാല ശൈഖുൽ ഇസ്ലാം സക്കറിയ. ഷിബിർ എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും ഇത് കിട്ടിയതുകൊണ്ട്. കാരണം ഷിബിർ എന്ന് പറഞ്ഞാൽ ദിറായിൻ്റെ പകുതിയാണ്. ഖാല ശൈഖുൽ ഇസ്ലാം സക്കറിയ വൽ മുറാദു ബിദ്ദിറാഇ ഫിൽ മുറബ്ബഇ ദിറാഉൽ ആദമി. ചതുരത്തിലുള്ള ഒരു സാധനത്തിൽ പിന്നെ നമ്മളെ 2 കൊല്ലത്തായി എന്ന് മനസ്സിലാക്കാൻ 1.25 മുഴം നീളവും വീതിയും ആഴവും ഉണ്ടാകണം എന്ന് പറഞ്ഞിടത്തുള്ള ആ മുറബയിലുള്ള ദിറാ ഉണ്ടായിരിക്കണം എന്നാണ്. ഏത് ദിറാൻ്റെ 1.25 ഉണ്ടാകണമെന്ന് പറഞ്ഞത്. അത് ദിറാഉൽ ആദമിയിൽ മദ്കൂരി ഫി ഖസ്റുസ്സലാത്തി, ഖസ്റുസ്സലാത്തിൽ പറയപ്പെട്ടതായ പിന്നെ എന്താണ് ദിറാ ആണത്. ഖസ്റുസ്സലാത്തിൽ 6000 ദിറാ ഉണ്ടാകുമ്പോഴാണ് ഒരു മീൽ ഹാഷിമി പറഞ്ഞൊരു ദിറാ ഇല്ലേ, ആ ദിറാ തന്നെയാണ് ഈ ദിറാ. കമാ ഖാലഹുൽ ഇസ്നവി വഗൈറുഹു വഹുവ ശിബ്റാനി തഖരീബൻ. അത് തഖരീബൻ 2 ശിബറാണ്. അപ്പോൾ ശിബറത്തിലാന്ന് മനസ്സിലായി, ദിറാമൊക്കെ കിട്ടിയതാണ്. 23.505 സെൻറ്റിമീറ്റർ തഖരീബനാന്ന് മനസ്സിലായി. അതെ, ഇനി നമുക്ക് ശിബിർ കിതാബ് പറഞ്ഞെടുത്തത് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തതാണ് വയൻശുറു അസാബിഅഹു മദ്മൂമത്തൻ ലിൽ ഖിബ്ലതി. അസാബിയെ തന്നെ മൻസൂറായ നിലയിലല്ല, മദ്മൂമായ നിലയിൽ അസാബിയനെ അവൻ എന്താക്കണം, നസ്ർ ചെയ്യണം, കൂട്ടിപ്പിടിക്കരുത്, ലമ്മ് ചെയ്യരുത്. പിന്നെ ലിൽ ഖിബിലയിലേക്ക് എന്താക്കണം അവൻ, അതായത് ഇങ്ങനെ പരത്തിയിട്ടല്ല, ലമ്മ് ചെയ്തിട്ട് കിബിലയിലേക്ക് നസ്ർ ചെയ്യണം. വയുഫറിഖു റുക്ബത്തൈഹിനെ അവൻ തഫ്രീഖും ചെയ്യണം, ഖദമൈഹിനെയും തഫ്രീഖ് ചെയ്യണം, കൂട്ടിയിട്ടല്ല വെക്കേണ്ടത്. ഖദറ ശിബിരിൻ, എത്രയാണ് അങ്ങനെ സ്റ്റാൻഡിറ്റീസ് എന്ന് പറയുമ്പോൾ പോലെ ഒക്കൊന്നും വേണ്ട. പിന്നെന്താക്കേണ്ടത്, ഒരു ഷിബിറിൻ്റെ ഖദർ എന്ന് തുഹഫയിലുണ്ട്. അപ്പോൾ ഷിബിർ എന്ന് പറഞ്ഞാൽ എത്രയാ, അതൊരു 23.05 സെൻറ്റി തഖരീബൻ. ഇനി പറയാം വയർഫഉൽ ഖബറ ഖദറ ശിബിരിൻ നദ്മൻ. ഖബറിനെ ഉയർത്തണം, ഒരു ഷിബിറിൻ്റെ ഖദർ ഉയർത്തണം, സുന്നത്താണത്. വേറെ മണ്ണോട് പാട് പറ്റിച്ചങ്ങിട്ടേച്ച് ഇതിൻ്റെ ഉള്ളിലൊരു സാധനം മറവ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യണോ, ഒരു ഷിബിറിൻ്റെ ഖദർ അവിടെ ഉയർത്തിയാണ്. ഷിബിർ എന്നാണ് 23.05 അല്ലേ. ഇനി പറയാം അല്ലായസീദ ഫി തൂലിഹി, സിവാക്കിൻ്റെ തൂല് ഏറാതിരിക്കൽ സുന്നത്താണ്. അല്ല ഷിബിറിനേക്കാൾ
നമ്മൾ ഇസ്ബവും ഖദമും ഖുതുവത്തും അതുപോലെ തന്നെ ഫർസഖും ബരീദും മർഹലയും എല്ലാം ഒറ്റടിക്കും പറഞ്ഞു തരാം. എളുപ്പത്തിൽ പറയാൻ അങ്ങനെ കഴിവുകൊണ്ട ഒന്നിച്ച് പറയുന്നത്. സബഖ അൻ ഹറർന അദ്റാഅ ശർഇയ്യ, സിറാഅ ശർഇ തഹരീർ ചെയ്തല്ലോ, 46.1 പാസ്സാക്കിയില്ലേ നമ്മൾ, കണ്ടുപിടിച്ചല്ലോ. മീൽ ഹാഷിമിയും പറഞ്ഞല്ലോ. വബിഹിമ നഅരിഫു മഖാദിർ അൽ ഖദം, ഇത് രണ്ടും കിട്ടിയാൽ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെല്ലാം കളിക്കാം. ഖദം കിട്ടും, ഖുതുവത്ത് കിട്ടും, ഫർസഖ് കിട്ടും, ബരീദ് കിട്ടും, മർഹലയും കിട്ടും. ഖാല ഇബ്നു ഹജറുൽ ഹൈതമി വൽ ബരീദു അർബഅത്തു ഫറാസിഖ്, ബരീദ് എന്ന് പറഞ്ഞാൽ 4 ഫർസഖാണ്, വൽ ഫർസഖ് 3 മീലാണ്. അപ്പോൾ മീൽ കിട്ടിയത് കൊണ്ട് ഇതെല്ലാം കിട്ടുമെന്ന ഇബേക്കത്തെ. വൽ മീലു 4000 ഖുത്വ, മീൽ കിട്ടും, മീൽ കിട്ടിയത് കൊണ്ട് 4000 ഖുത്വനെ കിട്ടുമെന്നായി. വൽ ഖുത്വത്ത് സലാസത്തു അഖ്ദാം, ഖുത്വത്ത് കിട്ടുമ്പോൾ സലാസത്തു അഖ്ദാമും കിട്ടും. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ, പരസ്പരം റിലേറ്റഡ് ആണല്ലോ. ഫഹുവ 6000 ദിറാഇൻ, അപ്പോൾ അത് എത്ര ദിറാണ്? 6000 ദിറാഇൻ അല്ലേ? അതെ, 6000 ദിറാണെന്ത്, എന്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്? 6000 ദിറാകുന്നു അല്ലേ? 4000 ഖുത്വ എന്ന് പറഞ്ഞാൽ, 4000 ഖുത്വ എന്ന് പറഞ്ഞാൽ 6000 എന്താണ്? ദിറാണ്. ശരി, കാരണം ഒരു ഖുത്വ 3 ഖദമല്ലേ. ഒരു ഖുത്വ 3 ഖദമ എന്ന് പറയുമ്പോൾ 4000 ഖുത്വ എന്തുണ്ടാവും? 4 3 12, 12000 ഖദം ഉണ്ടാവില്ലേ? 12000 ഖദം ഉണ്ടാകുമ്പോൾ 6000 ദിറാ ഉണ്ടാവും. ശേഷം നമ്മൾ പറയാൻ പോകുന്നുണ്ട് ഖദം എന്ന് പറഞ്ഞാൽ നിസ്ഫ് ദിറാ എന്ന് പറയാൻ പോകുന്നുണ്ട് നമ്മൾ, അല്ലെങ്കിൽ 2 ഖദം എന്ന് പറഞ്ഞാൽ ദിറാ എന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ മീൽ എന്ന് പറഞ്ഞാൽ 4000 ഖുത്വത്താണ്. ഖുത്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഖദമാണ്. അപ്പം എന്താണത്? 6000, 3000 എന്താണ്? ദിറാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ പരസ്പരമുള്ള ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഖാലൽ ഖതീബ് ശിർബീനി റഹിമഹുല്ലാഹ് വൽ മീലു 4000 ഖുത്വത്തിൻ, മീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ 4000 ഖുത്വത്താണ്. അപ്പോൾ 4000 ഖുത്വത്ത് എന്ന് പറഞ്ഞാൽ 6000 ദിറാഇ എന്ന് പറഞ്ഞ് തന്നെയാണ് കേട്ടോ, ഇത് ഇതിരല്ല. കാരണം ഒരു ഖുത്വത്ത് എന്ന് പറഞ്ഞാൽ 3 ഖദമാണല്ലോ, അപ്പോൾ 12000 ഖദമാവുമല്ലോ, അപ്പോൾ 6000 ദിറാവുമല്ലോ, അപ്പോൾ റെഡിയായി. ഖാലൽ ഖതീബ് ശിർബീനി റഹിമഹുല്ലാഹ് വൽ മീലു 4000 ഖുത്വ വൽ ഖുത്വത്തു 3 ഖദം, അതാ വൽ ഖദമാനി ദിറാ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ ഭാരത്ത് ഫുള്ള് ഈ പറഞ്ഞ 2 3 4 ഭാരത്തെല്ലാം വായിച്ചെല്ലാം തമ്മിലുള്ള ബന്ധം തിരിയും. വദ്ദിറാഉ എന്ന് പറഞ്ഞാൽ 24 ഉസ്ബുഅൻ മുഅ്തരിളാത്ത്, ഉസ്ബു ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെയാണ് അതെല്ലാം മുഅ്തരിള എന്ന രീതിയിൽ ഇങ്ങനെ. ഖാല ശൈഖ് സക്കരിയ അൽ അൻസാരി വദാലിക മർഹലതാനി, ഈ മസാഫത്തുൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ മർഹലതാനിയാണ്. ബിസൈറിൽ അസ്ഖാൽ വദബീബിൽ അഖ്ദാം ഫഉലിമ, സൈറുൽ അസ്ഖാൽ അൽമുന്നിൽ പറഞ്ഞതാ. ഫഉലിമ അന്നൽ ബരീദ് 4 ഫറാസിഖ്, അപ്പോൾ ഒരു ബരീദ് 4 ഫർസഖ് ഉണ്ടാവും. അപ്പോൾ 2 ബരീദാണ് ഒരു മർഹല, അപ്പോൾ 8 ഫർസഖ് ഉണ്ടാവും അല്ലേ? 2 ബരീദാണ് ഒരു മർഹല, അപ്പോൾ 8 ഫർസഖായി. 8 ഫർസഖല്ല, അപ്പോൾ 2 മർഹല നമ്മളെടുത്തുണ്ടല്ലോ, 14 ഫർസഖായി. 14 ഫർസഖ് എന്ന് പറഞ്ഞാൽ ഒരു ഫർസഖ് 3 മീലാണെന്ന് പറയും, 48 മീലായി പറഞ്ഞല്ലേ. വന്നൽ ഫർസഖ 3 അംയാലാണ്. ഓക്കെ, വൽ മീലു 4000 ഖുത്വ വൽ ഖുത്വ 3 ഖദം ഫഹുവ 12000 ഖദം. വബിദ്ദിറാഅ കൊണ്ട് പറയുകയാണെങ്കിൽ 6000 ദിറാ, വദിറാഉ 24 ഉസ്ബുഅൻ മുഅ്തരിളാത്ത്, ദിറാഅ കൊണ്ട് 24 ഉസ്ബുഅൻ. ഫൽ ഇസ്ബഉ അല്ല ഉസ്ബു, പല ലോകത്തുണ്ടല്ലോ ഉസ്ബുഅൽ. അപ്പോൾ അതിൻ്റെ ഉസ്ബുവിൻ്റെ 46.1 ഇതൊന്നുകൊണ്ട് വെച്ചാൽ മതിയല്ലോ, അത്ര വരലാന്നല്ല. അപ്പോൾ ഉസ്ബു എത്ര കിട്ടി? അപ്പോൾ നമ്മൾ ഉസ്ബു എന്നുണ്ട് ഇത്രയാന്ന് മനസ്സിലായി, 1.9208. ഖദം എന്ന് പറഞ്ഞാൽ എത്രയാന്ന് കിട്ടി? നേരെ പകുതിയാന്നല്ലേ പറഞ്ഞത് ദിറാഇൻ്റെ, അത്രയാന്ന് കിട്ടി 23.05. ഷിബുർ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഒരു ഖുത്വത്തു എത്രയാന്ന് കിട്ടി? 46.1 കൂട്ടണം അതിൻ്റെ പകുതി അല്ലേ? ഖുത്വത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദിറാഉൻ വനിസ്ഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ 46.1 അതിൻ്റെ പകുതിയാകുന്ന 23.5 കൂട്ടി 60, ഇതാണ് ഖുത്വത്ത്. ഓൽ ഫർസഖ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഹാഷിമി മീലാണ്. ഹാഷിമി മീൽ നേരത്തെ നമ്മൾ 2366 മീറ്റർ എന്ന് പറഞ്ഞതാണ്, അപ്പോൾ 8298 മീറ്ററായി ഫർസഖ്. ബരീദ് എന്ന് പറഞ്ഞാൽ എത്രയാണ്?
ബരീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 ഫർസഹാണ്. അപ്പോൾ 4 × 82 98 മേലെ പറഞ്ഞല്ലോ ഫർസഹ എത്രയാണ്, അപ്പോൾ 4 ഫർസഹ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ബരീദ് എത്രയാണ്? 33 192 മർഹല എന്ന് പറഞ്ഞാൽ എത്രയാണ്? മർഹല എന്ന് പറഞ്ഞാൽ 2 ബരീദ് ഒന്നും അറിയില്ല അല്ലേ? മർഹല എന്ന് പറഞ്ഞാൽ 2 ബരീദ് ഒന്നും അറിയില്ല. അപ്പോൾ ഒരു മർഹലൻ്റെ അളവ് നമ്മൾ എടുത്തിട്ട് കിട്ടിയതല്ല 132 168 എന്ന് അല്ലേ? അത്ര മീറ്റർ. അപ്പോൾ അതിനെന്താക്കിയാൽ മതി? 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 66 കിലോമീറ്റർ 354 മീറ്റർ. ഇതാണ് എന്ത്? ഒരു മർഹല. അപ്പോൾ ഒരു മർഹല താനി വേണമല്ലോ നമുക്കെന്തിന്? മസാഫത്തുൽ ഖസറാണ്. 2 മർഹലയാണ് 132 168 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മർഹല 2 കൊണ്ട് വെച്ചാൽ കിട്ടുമല്ലോ. ഇനി ബരീദിനെ 4 കൊണ്ട് ഗുണിച്ചാലും കിട്ടും കേട്ടോ. 33 192 × 4 എന്ന് പറഞ്ഞാലും ഇതേ ഉത്തരം തന്നെയാണ് വരിക. 132 168 എന്ന് വരിക. 132 കിലോമീറ്റർ 168 മീറ്റർ എന്ന് വരും. അപ്പോൾ ഇതെല്ലാം കിട്ടി. ഇസ്ബാവും ഖദം ഖുതുവത്തും ഫർസഹും ബരീദും മർഹലയും എല്ലാം കിട്ടി. ഇനി വേറെ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ 3 മർഹലത്തിനാണ് കിട്ടണം. കാരണം 3 മർഹലയാകുമ്പോൾ സഫർ ഖസറാക്കൽ അഫ്ളലാണ്. 3നേക്കാൾ താഴെ 2 മുതൽ തന്നെ റുഖ്സ തുടങ്ങുമെങ്കിലും ഉടനെ തന്നെ ആക്കാതിരിക്കലാണ് നല്ലത് സാധാരണയിൽ. എപ്പോൾ ഒഴികെ 3 മർഹലെത്തിയാൽ ഒഴികെ. 3 മർഹലെത്തിയാൽ അഫ്ളലാണ്, അസീമത്താണ്. 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ റുഖ്സയിൽ കിടക്കും. 2ൻ്റെ താഴെ റുഖ്സയില്ല. അപ്പോൾ 132 മിനിറ്റ് തിരക്കാക്കിയിട്ട് ഖസറാക്കണ്ട. മനസ്സിലായില്ലേ? വൽഖസ്റു അഫ്ളലു മിനൽ ഇത്മാമി അലൽ മശ്ഹൂർ. ഖസ്ർ എന്നുള്ളത് ഇത്മാമിനേക്കാൾ അഫ്ളലാണ് മശ്ഹൂർ അനുസരിച്ച്. ഇത്മാമിനേക്കാൾ അഫ്ളൽ ഖസ്റാണ്. ഇദാ ബലഗ സഫറു അൽ മുബീഹു ലിൽ ഖസ്റി, ഖസ്റിൻ്റെ മുബീഹായ സഫർ 3 മറാഹിലിന് എത്തിച്ചാൽ ഖസറാക്കൽ അഫ്ളൽ. ഞാൻ ഖസർ നോക്കൂലേ, ഞാൻ 4 നിൽക്കരിക്കൂ എന്ന് പറയണ്ട, സഫാത്ത് പറയണ്ട. മുബീഹുൽ ലിൽ ഖസ്റായ മശ്ഹൂർ അനുസരിച്ച് ഇത്മാമിനേക്കാൾ അഫ്ളൽ ഖസറാണ്. ഖസറിൻ്റെ ദൂരം എത്തിച്ചാൽ എന്നല്ല ഞാൻ പറഞ്ഞത്, മാറിപ്പിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. 3 മറാഹില 3 മർഹല എത്തിച്ചാൽ. മുബീഹുൽ ഖസറാകുന്ന സഫർ ഷർത്തത്തെ മശ്യത്തിന് വേണ്ടിയിട്ടുള്ള സഫറൊന്നുമല്ല. സഫർ എന്തിനെത്തിച്ചാൽ 3 മർഹലന് എത്തിച്ചാൽ. 2 മർഹല എത്തിച്ചാൽ ഖസർ തുടങ്ങാം, റുഖ്സയാണ്. 3 എത്തിച്ചാലോ? 3 എത്തിച്ചാൽ തലബാണ്, അസീമത്തായി മാറിയിട്ടുണ്ട്. വലിക്ക് എന്ത് ചെയ്യുക? ചെയ്യൽ അഫ്ളലാകുന്നു. അഫ്ളൽ വയില്ല എന്നാൽ 3നേക്കാൾ താഴെയാണെങ്കിൽ ഫൽ ഇത്മാമു അഫ്ളലു, ഇത്മാമാണ് അഫ്ളൽ. ഖുറൂജൻ മിൻ ഈജാബി അബീ ഹനീഫത റഹിമഹുല്ലാഹ് അൽ ഖസ്റ ഫിൽ അവ്വലി. 3 എത്തിയാൽ ഖസ്റാക്കൽ നിർബന്ധമാണ് അബൂ ഹനീഫയുടെ അടുക്കൽ. അപ്പോൾ അത് മാനിച്ചതാണ് നമ്മൾ. അതുകൊണ്ടാണ് സുന്നത്ത് നമ്മൾ പറഞ്ഞത്, അഫ്ളൽ പറഞ്ഞത്. അതുപോലെ 2 എത്തുമ്പോഴേക്ക് തുടങ്ങിയത് മോശമെന്ന് പറയാൻ കാരണം എന്താ? വൽ ഇത്മാമ ഫിസാനി, അവരുടെ ഈജാബി അബീ ഹനീഫത്ത അൽ ഖസ്റാൻ്റെ മേൽ അത്തഫ് വൽ ഇത്മാമ, ഇത്മാമിനെ അവർ ഈജാബ് ചെയ്തിട്ടുണ്ട്. ഫിസാനി 2 മർഹലെത്തിയാൽ പറ്റുള്ളൂ, 3 മർഹലെത്തിയാലേ പറ്റുള്ളൂ. നഅം അൽ അഫ്ളലു ലിമൻ വജദ ഫീ നഫ്സിഹി കറാഹത്തൽ ഖസ്റി. ഖസ്ർ കറാഹത്താണ് എന്ന് ഒരാൾക്ക് നഫ്സിൽ തോന്നിയാൽ, കറാഹത്ത് ഖസറിനോടൊരു വീർപ്പ് മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഓനെ വിടറ്. ഓനിക്ക് ഖസർ തന്നെയാണ് 2 മർഹലെത്തുമ്പോൾ തന്നെ. കാരണം ഇത് സുന്നത്ത് സ്ഥിരപ്പെട്ട സംഗതി, അതിനോട് വെറുപ്പ് പാടില്ല. ഹുഫാൻ്റെ അടുത്തുണ്ടല്ലോ അങ്ങനെ തന്നെ. ഔ ശക്ക ഫീഹി, അതിലൊരു ശക്ക്, എന്നാൽ പിന്നെ ഓൻ ഖസർ ഉണ്ടാക്കട്ടെ. ഔ കാന മിമ്മൻ യുഖ്തദ ബിഹി ബി ഹളറത്തിന്നാസ്, ഹളറത്തുന്നാസിൽ ഓൻ തുടരപ്പെടുന്ന ആളാണ്. അപ്പോൾ ഓനൊരു ഖസറാക്കാണ്ട് ഇങ്ങനെ നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ അൽ ഖസ്റു മുത്തലഖൻ അഫ്ളലാണ്. അൽ അഫ്ളലു ലിമൻ ഹാലുഹു ഹക്കഥയാണെങ്കിൽ അൽ ഖസ്റു മുത്തലഖൻ. ബൽ യുക്റഹു ലഹുൽ ഇത്മാമു, ഇത്മാം എനിക്ക് മക്റൂഹാകുന്നു എന്നാണ് പറയാം. അപ്പോൾ 3 × 66 354 3 മർഹലൻ്റെ അളവാണ് പറഞ്ഞ നേരത്തെ കാണിച്ചതല്ലോ. അപ്പോൾ 3 മർഹല എന്ന് പറഞ്ഞാൽ 199 കിലോമീറ്റർ 152 മീറ്റർ. ഇത്ര ദൂരം ഉണ്ടാകുമ്പോഴാണ് ഖസ്ർ അഫ്ളലാകുന്നത്. ഇത്ര ദൂരം ഉണ്ടാകുമ്പോഴാണ് ഖസ്ർ അഫ്ളലാകുന്നത്. 132 ആകുമ്പോൾ ഖസ്ർ തുടങ്ങാവുന്നതാണ്, പക്ഷെ ഒഴിവാക്കലാന്നല്ല ഇത്ര വരെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ അഫ്ളൽ ഖസ്റാക്കലാകുന്നു. ഇതൊക്കെ മനസ്സിലായി. അപ്പോൾ ജമ്മാക്കൽ മൊത്തത്തിൽ തന്നെ ഒഴിവാക്കല അഫ്ളൽ. ഹജ്ജിൻ്റെ ബാബ് പറയപ്പെട്ട ആ സ്ഥലങ്ങളിലേക്ക് സാധാരണയിൽ ജംഉ എന്ന പരിപാടി നമ്മളെ മദ്ഹബിൽ ഖിലാഫുൽ ഔലയാണ്. നമ്മുടെ കിതാബിലുള്ള അൻതുഹഫലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും ഖസറും ജമ്മും എന്നാണ് പറയുക. ഇത് രണ്ടും ഒന്നിച്ചിട്ടുള്ള സാധനമാണ്. ദോശയും ചട്നി എന്നും പറയാൻ പോലെ, പൊറാട്ടി ഇറച്ചി എന്നെല്ലാം പറയാൻ പോലെ. ഖസറും ജമ്മുക്കല്ല എന്ന് ചോദിക്കും. ഖസർ അഫ്ളലായ സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായി.
അതേസമയത്ത് ജമ്മു അഫ്ദലായ സ്ഥലം എന്ന് പറഞ്ഞിട്ട് സാധാരണ യാത്രകൾ ഇല്ല. മനാസിക്കിൽ പറഞ്ഞ ആ സ്ഥലങ്ങളിൽ വരിക നമ്മളതിൽ. കാരണം അവിടെയും പറഞ്ഞ കാരണം എന്താണ്? അവിടെയും പറഞ്ഞത് അന്ന അബാ ഹനീഫത ലാ യഖൂലു ബിഹി ഇല്ലാ ഫിൽ മനാസിക്കി എന്ന് പറഞ്ഞത്. അബൂ ഹനീഫയോട് യാത്രക്കാരൻ സാധാരണയിൽ ഓലിക്കുള്ള അന്നത്തെ ഹജ്ജിൻ്റെ സമയത്തുള്ള ഖസർ മനാസിക്കിന് വേണ്ടി അല്ല, ജമ്മു മനാസിക്കിന് വേണ്ടിയാണ് താനും. അപ്പോൾ പിന്നെ നമ്മളെടുക്കൽ ഉള്ള പോലെ സഫറിൻ്റെ വകയിൽ ഒരു ജമ്മ ഒരു കാലം വേറെ സമയത്ത് നിൽക്കരിക്കുക എന്നുള്ള പരിപാടികളെടുത്തില്ല. അതുകൊണ്ട് തന്നെ ജമ്മു യുവാക്കലാന്നല്ല എന്ന് പറയാൻ കാരണം അതാണ്. തത്വത്തിൽ നമുക്ക് നല്ലത് ഉപകാരപ്പെടുക ജമ്മ ഒന്നുമെല്ലാം എടുത്ത് കാര്യമായിട്ട് നിന്നാൽ പിന്നെ 2 റക്അത്ത് കൂടി നിസ്കരിച്ച് വിടുന്നതിന് ഇപ്പം എന്ത് പ്രശ്നമുള്ളത്? ആ സമയത്ത് ഈ സമയത്ത് നിസ്കരിക്കാതെ അടുത്ത സമയത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ അടുത്ത സമയത്ത് നിസ്കരിക്കാൻ പ്രയാസമുണ്ട് അതിപ്പം നിസ്കരിക്കുക, ജമ്മന്ത തഖദീമാക്കുക. ഈ പരിപാടിയാണ് സാധാരണ നമുക്ക് വിഷയത്തിന് ഉപകാരത്തിന് പെടുക എന്നുള്ളതാണ് വസ്തുതയെങ്കിലും അത് ഇങ്ങനെ നിയമം നോക്കി എന്നാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജമ്മലാക്കേണ്ടി വരും. വലൗകാന ബിഫളാഇൻ മതിയോ? ഇനി അടുത്തൊരു വിഷയമല്ലേ നാളെ പറയാം ഇൻഷാ അല്ലാഹ്. നാളത്തെ കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.